ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് കോൺവെർസേഷൻ മലയാളവും കൂടി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ അധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ സാധാരണമായിട്ട് വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷൻ മുതലാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. സാധാരണമായിട്ട് ഒരു വീട്ടിൽ രാവിലെ മുതൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരാം. ഒരു അമ്മയും മകളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. രാവിലെ അമ്മ വരികയാണ്. അമ്മ രാവിലെ മകളുടെ റൂമിലേക്ക് വന്ന്, എഴുന്നേൽക്കൂ മീര, 5 മണിയായി. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം? ഗെറ്റ് അപ്പ് മീര, ഇറ്റ്സ് 5 o'clock. എഴുന്നേൽക്കൂ മീര, 5 മണിയായി. ഗെറ്റ് അപ്പ് മീര, ഇറ്റ്സ് 5 o'clock. അപ്പോൾ മകൾ എന്താണ് പറയുക? വളരെ നേരത്തെയാണ് മമ്മി. ഇറ്റ്സ് ടു ഏർലി മമ്മി. ഇറ്റ്സ് ടു ഏർലി മമ്മി. അപ്പം അമ്മ പറയാണ്, ഇന്ന് നിനക്ക് സയൻസ് പരീക്ഷയല്ലേ, എഴുന്നേറ്റ് പഠിക്കൂ. യു ഹാവ് യുവർ സയൻസ് എക്സാം ടുഡേ. ഗെറ്റ് അപ്പ് ആൻഡ് റിവൈസ് യുവർ കോഴ്സ്. അപ്പോൾ എന്താ മകൾ പറയാ? ശരി മമ്മി, 2 മിനിറ്റിനകം എഴുന്നേക്കാം. ഓക്കെ മമ്മി, ഐ വിൽ ഗെറ്റ് അപ്പ് ഇൻ 2 minutes. അമ്മ പറയാണ്, വേഗം എഴുന്നേറ്റ് മുഖം കഴുകോ, അപ്പോഴേക്കും ഞാൻ നിനക്ക് പാല് കൊണ്ടുവരാം. ഹറി അപ്പ് ആൻഡ് വാഷ് യുവർ ഫേസ്, മീൻ വൈൽ ഐ വിൽ ഗെറ്റ് മിൽക്ക്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് കോഫി. എഴുന്നേറ്റ് മുഖം കഴിക്കൂ, അപ്പോഴേക്കും ഞാൻ നിനക്ക് പാല് കൊണ്ടുവരാം, അല്ലെങ്കിൽ കോഫി കൊണ്ടുവരാം, അല്ലെങ്കിൽ ചായ കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ മകൾ എന്താ പറയുക? ശരി, ഓക്കെ. അപ്പം അമ്മ പറയാണ്, ഇന്നലെ രാത്രിയിൽ തന്നെ നീ നിൻ്റെ വസ്ത്രങ്ങൾ എടുത്തു വെച്ചോ മീര. സാധാരണമായിട്ട് ഉമ്മമാർ ചോദിക്കുന്നതല്ലേ, ഇന്നലെ രാത്രിയിൽ തന്നെ നീ നിൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ മീര? ഡിഡ് യു ടേക്ക് ഔട്ട് യുവർ ക്ലോത്ത്സ് ലാസ്റ്റ് നൈറ്റ് മീര? ഓക്കെ. അപ്പം മീര പറയാണ്, ഞാൻ എടുത്തു വെച്ചു. ഞാൻ എടുത്തു വെച്ചു. യെസ് ഐ ഡിഡ്. ഞാൻ എടുത്തു വെച്ചു. നെക്സ്റ്റ് അമ്മ ചോദിക്കാണ്, നിന്റെ ഷൂവോ അവ പോളിഷ് ചെയ്തോ? ആൻഡ് യുവർ ഷൂസ്, ഡിഡ് യു പോളിഷ് ദം? അപ്പം മീര പറയണേ, ഇല്ല, പോളിഷ് ചെയ്യാൻ മറന്നുപോയി, ഇപ്പോൾ തന്നെ ചെയ്യാം. നോ, ഐ ഫോർഗോട്ട് ടു പോളിഷ് ദ ഷൂസ്, ഐ വിൽ ഡു ഇറ്റ് നൗ. അപ്പം അമ്മ എന്താ പറയുക? അത് പിന്നീട് ചെയ്യാം, ആദ്യം നീ പഠിക്കൂ. ഡു ദാറ്റ് ലേറ്റർ, ഫസ്റ്റ് ഫിനിഷ് യുവർ റിവിഷൻ. അത് പിന്നീട് ചെയ്യാം, ആദ്യം പഠിക്കൂ. ഡു ദാറ്റ് ലേറ്റർ, ഫസ്റ്റ് ഫിനിഷ് യുവർ റിവിഷൻ. അപ്പോൾ അമ്മ പറയണേ, ഇതുവരെ തീർന്നില്ലേ മീര? കുറച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ വന്ന് ചോദിക്കണേ, ഇതുവരെ തീർന്നില്ലേ മീര? ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് യെറ്റ് മീര? ഹാവിൻറ്റ് യു ഫിനിഷ്ഡ് യെറ്റ് മീര? ഇതുവരെ തീർന്നില്ലേ? അപ്പം മീര പറയണേ, ഇതാ തീർന്നു. യെസ് ഐ ഹാവ്. എല്ലാം നല്ലതുപോലെ പഠിച്ചോ? ഹാവ് യു റിവൈസ്ഡ് എവറിത്തിങ് വെൽ? അതെ മമ്മി, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. യെസ് മമ്മി, ഐ റിമെമ്പർ എവറിത്തിങ്. കൊള്ളാം, എന്നാൽ ഇനി തയ്യാറാകൂ, ഞാൻ നിനക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഗുഡ്, നൗ ഗെറ്റ് റെഡി, ഐ വിൽ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു. അപ്പം മീര ചോദിക്കണേ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്? വാട്ട് ഈസ് ദ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് പ്രാതലിന് ഉണ്ടാക്കിയത്? വാട്ട് ഈസ് ദർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം അമ്മ പറയണേ, ഇഡ്ഡലിയും വടയും. ഇഡ്ഡലി ആൻഡ് വട. അപ്പോൾ മീര പറയണേ, എനിക്ക് ഇഡ്ഡലി വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഇഡ്ഡലി. എനിക്ക് ഇഡ്ഡലി വേണ്ട.
അപ്പം അമ്മ ചോദിച്ചതിന് പിന്നെ എന്താണ് വേണ്ടത്? ബ്രെഡും ബട്ടറും മതിയോ? വാട്ട് ഡു യു വാണ്ട്? ബ്രെഡ് ആൻഡ് ബട്ടർ? മീര പറയണ ഓംപ്ലേറ്റും വേണം. ആൻഡ് ഓംപ്ലേറ്റ്. അമ്മ പറയണേ ശരി, വേഗം തയ്യാറാകൂ, മണി 7:30. ഫൈൻ, ഗോ ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഇറ്റ് ഈസ് 7:30 ഓൾറെഡി. അപ്പം മീര പറയണേ എനിക്ക് ഷൂസ് പോളിഷ് ചെയ്യണം, അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാം. ഐ ഹാവ് ടു പോളിഷ് മൈ ഷൂസ് എറ്റ് ദെൻ ഐ വിൽ ഗോ ആൻഡ് ഹാവ് എ ബാത്ത്. അപ്പം അമ്മ പറയണേ ഞാൻ നിൻ്റെ ഷൂസ് പോളിഷ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിൻ്റെ ഷൂസ് പോളിഷ് ചെയ്തു. ഐ ഹാവ് പോളിഷ്ഡ് യുവർ ഷൂസ്. ഐ ഹാവ് പോളിഷ്ഡ് യുവർ ഷൂസ്. അപ്പോൾ മീര പറയണേ നന്ദി മമ്മി. ഓ താങ്ക് യു മമ്മി. അപ്പം അമ്മ ഇനി ഞാൻ പോയി പ്രാതൽ ഒരുക്കട്ടെ, മീര വേഗം തയ്യാറാകൂ. ഐ വിൽ ഗോ ആൻഡ് പ്രിപ്പയർ ദ ബ്രേക്ക്ഫാസ്റ്റ് നൗ, ഗെറ്റ് റെഡി ഫാസ്റ്റ്. അപ്പോൾ മീര ശരി മമ്മി. യെസ് മമ്മി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മമ്മി വിളിക്കണേ വന്ന് പ്രാതൽ കഴിക്കൂ മീര, സമയം പോകുന്നു. മീര കം have your breakfast, it is getting late. മീര കം വന്ന് have your breakfast പ്രാതൽ കഴിക്കൂ. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലൈറ്റ് സമയം പോകുന്നു. അപ്പം മീര ഞാൻ തയ്യാറായി മമ്മി. ഐ ആം റെഡി മമ്മി. അപ്പം മമ്മി പറയണെന്ത്? ദൈവത്തെ പ്രാർത്ഥിച്ചോ? ഡിഡ് യു പ്രേ ടു ഗോഡ്? നീ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ മീര പറയണേ പ്രാർത്ഥിച്ചു മമ്മി. യെസ് മമ്മി. അപ്പം മമ്മി പറയണേ വളരെ നല്ലത് മോളെ, പേപ്പർ ശ്രദ്ധയോടെ വായിച്ച് സമയത്തിനകം പൂർത്തിയാക്കണം. ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് രണ്ടാമത് ഒന്നും കൂടി വായിച്ചു നോക്കാൻ മറക്കരുത് കേട്ടോ. ഇത് എല്ലാ അമ്മമാരും മക്കൾ എക്സാമിന് പറയുന്ന ഒരു ഡയലോഗാണ്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയും? വളരെ നല്ലത്, വെരി ഗുഡ്. മോളെ പേപ്പർ ശ്രദ്ധയോടെ വായിച്ച് സമയത്തിനകം പൂർത്തിയാക്കണം. ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് രണ്ടാമത് ഒന്നും കൂടി വായിച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. വെരി ഗുഡ്. റീഡ് ദ പേപ്പർ കെയർഫുള്ളി doctor and finished it in time. Don't forget to revise it before handing it to the teacher. Okay? അപ്പം മീര പറയുന്നത് ശരി, ഓക്കെ. അപ്പം അമ്മ എന്താ പറയുക? നിൻ്റെ വാച്ച് എവിടെ? വേർ ഇസ് യുവർ വാച്ച്? അപ്പം മീര പറയണ ഇതാ ഇവിടെയുണ്ട്. എനിക്കിന്ന് ടിഫിൻ വേണ്ട മമ്മി, ഞാൻ വേഗം തിരിച്ചു വരും. ഹിയർ ഇറ്റ് ഈസ്, ഇവിടെയുണ്ട്. ആൻഡ് മമ്മി നോ ടിഫിൻ ടുഡേ, ഐ വിൽ കം ബാക്ക്. എനിക്ക് ടിഫിൻ വേണ്ട, ഞാൻ വേഗം തിരിച്ചു വരും. അമ്മ പറയണേ എനിക്കറിയാം, വേഗം ആഹാരം കഴിക്കൂ. യെസ് ഐ നോ, നൗ ഫിനിഷ് ഈറ്റിംഗ് ക്വിക്കിലി. അപ്പം മീര ഞാൻ പോകുകയാണ് മമ്മി. അപ്പം ഐ ആം ഗോയിങ് മമ്മി. അമ്മ ശരി മോളെ, ശുഭാശംസകൾ. ഓക്കെ ഡോട്ടർ, ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ മീര എന്താ പറയുക? നന്ദി മമ്മി, ബൈ ബൈ, താങ്ക് യു മമ്മി, ബൈ.